സോ കീം 2025 ഡിറ്റർമിനൻസിൻ്റെ വൺ ഷോട്ട് ഫോർമുല റിവിഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് ചാപ്റ്റർ ആയിരിക്കും ഡിറ്റർമിനൻസ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിറ്റർമിനൻസിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഡിറ്റർമിനൻറ്റ് കാണാനുള്ള ഫോർമുല ഇതാണ്. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇത് വായിച്ചാൽ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും ഈ ഒരു ഫോർമുല. അതേപോലെ ഒരു 3/3 മെട്രിക്സ് തന്നിരിക്കുക. ആ 3/3 മെട്രിക്സ് ഡിറ്റർമിനൻറ്റ് എങ്ങനെ കാണും? നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നുമില്ലടാ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ 1 2 3 4 എന്ന് പറയുന്നൊരു മെട്രിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വെച്ച് എന്താണ്? 1 × 4 മൈനസ് എന്ത് ചെയ്യുക? 2 × 3. ഓക്കെ, അപ്പോൾ 4 - 6 എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വരും. ഓക്കെ, അതേപോലെ തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യണം. ഈ ഒരു ഫോർമുലയും പ്ലസും മൈനസും ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോർമുല ഞാൻ നിങ്ങളിവിടെ പഠിപ്പിച്ചു തരാം. എന്ന് വെച്ചാൽ ഈ ഒരു ഫോർമുല, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നു, അതിനെ ട്രാൻസ്പോസ് എടുത്ത് ഡിറ്റർമിനൻറ്റ് കണ്ടാലും അതിനെ ഡയറക്റ്റ് ഡിറ്റർമിനൻറ്റ് ഉണ്ടാലും രണ്ടും ഈക്വലാണ്. അതാണ് മേലത്തെ ഈ ഒരു ഫോർമുല പറയുന്നത്. ട്രാൻസ്പോസ് = അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഫോർമുല ഞാൻ ഇതാണ് പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു മെട്രിക്സ് തന്നു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നിങ്ങളോട് പറയാണ് 5a ഡിറ്റർമിനൻറ്റ് കാണാൻ. അപ്പോൾ നിങ്ങൾ 5a ഡിറ്റർമിനൻറ്റ് കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ഫോർമുല യൂസ് ചെയ്യുക. k⁻n ഡിറ്റർമിനൻറ്റ് ഓഫ് a എന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ k.a dt എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ kൻ്റെ സ്ഥാനത്ത് ആരാണ്? 5 ആണ്. അപ്പോൾ 5⁻n ഡിറ്റർമിനൻറ്റ് a എന്ന് വരും. 5 n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ ഇതായിരിക്കും. അപ്പം 3/3 ആണ് ഇവിടെ ക്വസ്റ്റിനിൽ പറഞ്ഞത്. അപ്പോൾ 3/3 5⁻3 ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നിങ്ങൾ ഡിറ്റർമിനൻറ്റ് a മാത്രം കാണുക, 5⁻3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഫോർമുല നന്നായിട്ട് നോക്കുക. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ട്രൈ ചെയ്യുക. ഇനി അടുത്തത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ പ്രോബ്ലംസ് നമ്മൾ പണ്ട് മുതലേ കണ്ടുതുടങ്ങിയാണ്. വെർട്ടിക്സ് തരും, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ തന്നിരിക്കുന്ന ഇതിനെ ഇതേപോലെ അങ്ങോട്ട് എഴുതുക. അതിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിറ്റർമിനൻറ്റ് കാണുക, ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ഒരു വാട്സപ്പ് ബോട്ട് ഉണ്ട്. അത് കണ്ടിട്ട് നമുക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിലെത്താം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ കാര്യങ്ങളുണ്ട്. കീം എക്സാം പാറ്റേൺ, കീമിൻ്റെ സ്ട്രാറ്റജി, അതേപോലെ തന്നെ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക? അതിൽ എൻറോൾ ചെയ്യുക. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നതാണ്. സ്ട്രാറ്റജി, അതേപോലെ തന്നെ കീമിൻ്റെ വെയിറ്റേജ്, റിസോഴ്സ്, ഒരുപാട് കാര്യങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ആൾക്കാർ ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കോഫാക്ടർ കാണാൻ. കോഫാക്ടർ കാണാനുള്ള ഫോർമുല ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കോഫാക്ടർ കാണാനുള്ള ഫോർമുല വളരെ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോഫാക്ടർ കാണാനുള്ളൊരു ഫോർമുല. അതേപോലെ തന്നെ നിങ്ങൾ കോഫാക്ടർ കാണുന്നതിന് മുന്നേ നിങ്ങൾ മൈനറിനെ കുറിച്ച് പഠിക്കുക. ഓക്കെ, മൈനർ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയുന്ന ടൈമില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫോർമുലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. A−1 കാണാനുള്ള ഫോർമുല. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ അഡ്ജോയിൻറ്റ് കാണാൻ അറിയണം. ഓക്കെ, അഡ്ജോയിൻറ്റ് നിങ്ങൾ കാണാൻ പഠിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ A−1 എന്ന് പറഞ്ഞ ടോപ്പിക്ക്, A−1 എന്ന് പറഞ്ഞാൽ 1/dit_a ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് a എന്നാണ് A−1 എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഫോർമുല പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൊരു ചെറിയ ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും, 3 ഇക്വേഷൻ തന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് 3 മെട്രിക്സ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. അതിന് A എന്ന് പറഞ്ഞിങ്ങനെ എഴുതാം, X എന്ന് പറയുന്നത് B എന്ന് പറഞ്ഞിങ്ങനെ എഴുതാം. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? X = A−1B. അത് കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടും? XY/Z വാല്യൂ കിട്ടും. അങ്ങനെ നമുക്കത് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിറ്റർമിനൻറ്റ് A ≠ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? യുണീക്ക് സൊല്യൂഷനാണ്. ഡിറ്റർമിനൻറ്റ് A = 0 എന്ന് പറയുന്നതാണ് നോ സൊല്യൂഷനാണ്. അതിൻ്റെ കൂടെ അഡ്ജ് A/B എന്ന് പറഞ്ഞാൽ അഡ്ജ് A/B എന്ന് പറഞ്ഞാൽ ≠ 0 ആവണം. അതുപോലെ ഡിറ്റർമിനൻറ്റ് A = 0 ആൻഡ് അഡ്ജ് B = 0 ആണെങ്കിൽ എന്താണ്? സിസ്റ്റം മേ ഓർ മേ നോട്ട് ബി കൺസിസ്റ്റൻറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് 3 മാർക്കിനൊക്കെ ചോദിക്കുക. 3 മാർക്കിനായിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 വേർഡ് പോലെ ഒറ്റയടിക്ക് ചോദിക്കുക. ഒരു ഇക്വേഷൻ വന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറയുകയാണ്, കൺസിസ്റ്റൻ്റ് ആണോ, സൊല്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ യൂണിക് സൊല്യൂഷൻ ആണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ, മോർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഫോർമുല ജസ്റ്റ് ഒരു ഗ്രാസ്പിംഗ് റിവിഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തെടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഞാൻ പഠിച്ചിട്ടില്ല, ഈ ടോപ്പിക്ക് ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യണം, അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.